ഹലോ നമസ്കാരം, ഞാൻ റീമാഷാൻ. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ആധാരത്തിന്റെ പകർപ്പ് അഥവാ സർട്ടിഫൈഡ് കോപ്പി, നമ്മുടെ ആധാരങ്ങളോ അടിയാധാരങ്ങളോ മുന്നാധാരങ്ങളോ എല്ലാം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എല്ലാം കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് രജിസ്റ്റർ ഓഫീസിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച് നമുക്കത് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കാൻ സാധിക്കും. മുമ്പ് നമ്മളിത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെങ്കിലും അതിന്റെ കോപ്പി ലഭിച്ചിരുന്നത് നമ്മൾ ഈ അപേക്ഷ സമർപ്പിച്ച പ്രിന്റ് ഔട്ടും 50 രൂപയുടെ മുദ്ര പേപ്പറും 10 ലീഗൽ സൈസ് പേപ്പറും ആയിട്ട് അതാത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുകൊടുത്തതിന് ശേഷം അവിടെ നിന്നാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആകുമ്പോൾ ഓൺലൈനിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാരത്തിന്റെ അല്ലെങ്കിൽ മുന്നാധാരാണെങ്കിലും അതിന്റെ എല്ലാം നമ്പർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്ത വർഷം കൂടി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഓൺലൈനായിട്ട് അതിന്റെ സർട്ടിഫൈഡ് കോപ്പിക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓൺലൈനിൽ സമർപ്പിക്കുന്നതും അത് എങ്ങനെയാണ് പ്രിന്റ് ഔട്ട് എടുക്കുന്നതെന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഓപ്പൺ ആക്കിയ ശേഷം സെർച്ച് ബാറിൽ kerala.registration.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ പ്രസ് ചെയ്യുക. മൊബൈൽ ആയതുകൊണ്ടാട്ടോ ഇതുപോലെ സൂം ചെയ്ത് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. ഇവിടെ താഴേക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ആപ്ലിക്കേഷൻ ഫോർ സർട്ടിഫൈഡ് കോപ്പി എന്നുള്ള ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക. ആർ യു അപ്ലൈയിങ് ഫോർ സർട്ടിഫൈഡ് കോപ്പി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നമ്മൾ എസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിമ്പിളാണ്, ഇതിലെല്ലാം നിർബന്ധമുള്ളതില്ല. ആ റെഡ് സ്റ്റാർ മാർക്സ് കൊടുത്തിരിക്കുന്ന മാൻഡേറ്ററി ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മുൻപ് സർട്ടിഫൈഡ് കോപ്പികൾക്ക് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഓൺലൈൻ ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ കൊണ്ടുപോയി മുദ്ര പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ മുദ്ര പേപ്പറിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് കിട്ടും. ഇവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഏത് ആധാരത്തിൻ്റെയാണ് വേണ്ടതെങ്കിൽ അത് ഏത് ഡിസ്ട്രിക്റ്റിൽ ഏത് രജിസ്റ്റർ ഓഫീസിലാണ് അത് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ ഓഫീസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ നേച്ചർ ഓഫ് ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, രണ്ടാമത്തത് വില്ല്, മൂന്നാമത്തത് മിസലേനിയസ് രജിസ്റ്റർ എന്നുള്ളത്. നമ്മൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഈ ഓപ്ഷനാണ് വേണ്ടത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. വില്ലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ള ഈ ഓപ്ഷനാണ് എടുക്കുന്നത്. അതിനുശേഷം ആപ്ലിക്കൻറ്റിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആരാണ് ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ആ അപേക്ഷകൻ്റെ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഹൗസ് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ സിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി പിൻകോഡ്, ഇമെയിൽ ID, ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിർബന്ധമില്ല. മൊബൈൽ നമ്പർ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന അപേക്ഷയുടെ സ്റ്റാറ്റസ്, അതായത് അതിൻ്റെ അപ്രൂവ് ആകുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്പറും ഒക്കെ വരുന്നത് ആ മൊബൈൽ നമ്പറിലേക്കാണ്. അതുകൊണ്ട് മൊബൈൽ നമ്പർ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അടുത്തത് ID ടൈപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും നിർബന്ധമില്ല. പിന്നെ ക്ലൈമൻറ്റ് ഡീറ്റെയിൽസ്, എക്സിക്യൂട്ടൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എഴുതി കൊടുത്ത ആളുടെയും വാങ്ങിയ ആളുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. അതൊന്നും ഇതിൽ നിർബന്ധമില്ല. ബില്ലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിന് ശേഷം താഴെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ
നമ്മുടെ ആധാരത്തിൻ്റെ നമ്പർ, നമുക്ക് ഏത് ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് ആവശ്യമുള്ളതെങ്കിൽ ആ ആധാരത്തിൻ്റെ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ ആധാരം എഴുതിയ വർഷം അതും കൂടി നിർബന്ധമായിട്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വ്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ വേറൊരു പേജ് നിങ്ങൾക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ ഫോൺ ആയതുകൊണ്ട് ഇന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യണം കേട്ടോ. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്കിത് എങ്ങനെയാണ് ഫോണിൽ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഫോണിൽ തന്നെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡിസ്ട്രിക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, രജിസ്റ്റർ ഓഫീസൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പേജ് വ്യൂ എന്നുള്ള ഈ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് അത് നമ്മുടെ തന്നെയാണോ എന്ന് നമുക്കതിൽ നിന്ന് നോക്കി കൺഫേം ആക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മളിവിടെ മുകളിൽ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ബട്ടൺ കാണാം, അത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇനി വേണ്ടത് പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ആവശ്യത്തിനാണ്? ഇപ്പം ചില ആൾക്കാർക്ക് ഇത് ബാങ്കിലേക്ക് വേണ്ടി വരും, ചിലവർക്ക് ഇത് രജിസ്ട്രേഷൻ പർപ്പസിനൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എനിക്ക് ബാങ്ക് പർപ്പസ് ആയതുകൊണ്ട് ഞാൻ ബാങ്ക് ചൂസ് ചെയ്യുന്നു. ഇവിടെ കാൽക്കുലേറ്റ് ഫീ എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്ര രൂപ ഫീസ് അടയ്ക്കണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ എഗ്രി എന്നുള്ള ബട്ടൺ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് പ്രസ് ചെയ്യുക. ആരും ബാക്ക് ബട്ടൺ ഒന്നും അമർത്തരുത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് ഇത്തിരി ടൈം എടുക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ചായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാം കുറച്ച് ഈ ഒരു ഭാഗം വരുമ്പോൾ ഇത്തിരി സ്ലോ ആവുന്നുണ്ട്. അത് നമുക്ക് ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമുക്ക് നമ്മുടെ യുവർ ട്രാൻസാക്ഷൻ ID ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു P നമ്പർ വന്നിട്ടുണ്ട്. ഈ P നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഫോണിൽ മെസ്സേജ് വരും, എന്നാലും ഒരു നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ നമ്പർ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് ഫോർ CC എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ പേ നൗ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ നെറ്റ് ബാങ്കിങ് വഴിയും പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 2 ഉണ്ട്. ഇത് നമുക്ക് UPI പേയ്മെൻറ്റ് വഴിയൊക്കെ നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് നെറ്റ് ബാങ്കിങ് ആണ്, രണ്ടാമത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 ചൂസ് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു GRN നമ്പർ നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ കാർഡ് പേയ്മെൻ്റ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. ഞാൻ UPI പേയ്മെൻ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ UPI ID ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ UPIയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നമുക്കിവിടെ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ പേയ്മെൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു മെസ്സേജ് വരും, ഇത് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിയുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് അപ്രൂവ് ആകുമ്പോഴും നമുക്കൊരു മെസ്സേജ് വരും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അതായത് ഈ മൊബൈലിൽ നിന്ന് തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ അപ്രൂവ് ആയി കഴിയുമ്പോൾ ഈ സർട്ടിഫൈഡ് കോപ്പിയുടെ പ്രിൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റ് എടുത്തിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആൻഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈസ് അവൈലബിൾ ത്രൂ സ്റ്റാറ്റസ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്കിവിടെ ട്രാൻസാക്ഷൻ ID ഒരു ടോക്കൺ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ ആ P നമ്പറാണ് ഇവിടെ ആവശ്യം. അത് നമുക്ക് കിട്ടിയ ആ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്, അതുകൊണ്ടാണ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ പ്രോസസ്സ് അങ്ങനെയുള്ള ഓരോ സ്റ്റേജസ് ആണ് കാണിക്കുള്ളൂ. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഡൗൺലോഡ് എന്നതിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഈ ഓപ്പൺ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ഫയൽ അഗെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡൗൺലോഡ് എന്നതിൽ പ്രസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും PDF വ്യൂവർ ഉപയോഗിച്ച് നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഇതുപോലെ തന്നെ അപ്രൂവ് ആയി വരുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് എടുത്ത് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം.